ഭരണവിരുദ്ധ വികാരമില്ല എന്ന തീരുമാനത്തിലേക്ക് വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയത് എങ്ങനെയാണ്? പാർട്ടി അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗമാണെന്ന് ചേർന്നിരിക്കുന്നതെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞതാണ്. ഇനി എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റും നാളെ മുതൽ യോഗം ചേരും, ജില്ലാ കമ്മിറ്റികൾ യോഗം ചേരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും താഴെ ഘടകങ്ങളുടെ വരെ അഭിപ്രായമെടുത്ത് ക്രോഡീകരിച്ചതിന് ശേഷമാണ് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശോധന, ഒരു റിവ്യൂ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കും. ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ നിന്നും മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് വന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞതിന് മുമ്പത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എണ്ണക്കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് താങ്കൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങിയ മുഖ്യധാര പത്രങ്ങൾ UDF 110 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിരിക്കുന്നു. LDF വെറും 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. BJP ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ വാർത്തകൾ പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച നടത്തി. ശ്രദ്ധിക്കണം, UDF 110, LDF 19, BJP 11. ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന മുഖ്യധാരാ പത്രങ്ങൾ കേരളം വലിയ മാറ്റം മാറുന്നു, നിറം മാറുന്നു എന്നെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന UDF 80 നിയമസഭാ സീറ്റിൽ ലീഡ് ചെയ്തിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കല്ല, ഗ്രാമപഞ്ചായത്തിലെ വോട്ടിന്റെ ഒരു ഷെയർ ആയിട്ടാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ LDF 58 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, BJP 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ UDF 110 നിന്ന് 30 സീറ്റുകൾ കുറഞ്ഞ് 80 ചുരുങ്ങി. LDF 19 സീറ്റിൽ നിന്ന് 39 സീറ്റോടെ കൂടി 58 മാറി. BJP 11 സീറ്റിൽ ഒന്നാമതെത്തി വലിയ മുന്നേറ്റം സൃഷ്ടിച്ച BJP അത് 2 സീറ്റിലേക്ക് ചുരുങ്ങി എന്നതാണ് ഈ 2 റിപ്പോർട്ടും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഘടനാപരമായിട്ടുള്ള കുറവുകളാണോ, ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണോ, ജനങ്ങളെ അത് കൃത്യമായിട്ട് ബോധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ടോ, അതുപോലെ പ്രാദേശിക ഗവൺമെന്റുകളാണ് പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രാദേശികമായിട്ട് വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഇവയെല്ലാം ഞങ്ങൾ പരിശോധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും പരാജയപ്പെട്ട് 19 സീറ്റിലും ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിലെല്ലാം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഒന്നാമതെത്തി. വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെയാണ് BJP മുന്നേറിയത്. ആ മുന്നേറ്റം തടയാൻ കഴിഞ്ഞില്ല. എന്തായാലും അതിശക്തമായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയ വോട്ടിൽ നിന്നും 38,474 വോട്ട് ആ കോർപ്പറേഷൻ അതിർത്തിയിൽ ഞങ്ങൾക്ക് കൂടി. UDFന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്നും 58,743 വോട്ട് കുറഞ്ഞു. BJPക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയ വോട്ടിൽ നിന്നും 47,323 വോട്ട് കുറഞ്ഞു. ഞങ്ങൾക്ക് 38,474 വോട്ട് കൂടുകയാണ് ചെയ്തത്. പക്ഷേ സീറ്റിംഗ് ഷെയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ BJPക്കാലും കോൺഗ്രസിനെക്കാളും എല്ലാം നമ്മൾക്ക് വോട്ടിംഗ് ശതമാനം എടുത്ത് പരിശോധിച്ച വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് 20,000 വോട്ട് BJPക്കാലും കൂടുതൽ കോർപ്പറേഷൻ അതിർത്തിയിലുണ്ട്. പക്ഷെ അത് ഒരു വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അതിന്റെ കുറവുകൾ കണ്ടെത്തി ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും.